അങ്ങ് മാറുകയായിരുന്നു. പിന്നെ അധികം താമസിക്കാതെ തന്നെ ഞാൻ ജഡ്ജിയായിപ്പോയി. പിന്നെ എപ്പോഴാണ് RSS കുറെ കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണെന്ന് താങ്കൾക്ക് തോന്നിയത്? ഗാന്ധി വധത്തിൽ RSSന് പങ്കില്ലെന്നും RSSന് പങ്കുണ്ടെങ്കിൽ അത് കോൺഗ്രസ് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുമുള്ള വിവാദമായ പ്രസ്താവന താങ്കൾ നടത്തി. ഒരു ക്രിസ്ത്യാനിയായി വളർന്നു എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് RSSനോട് എനിക്ക് ആദ്യമേ ഒരു തോന്നലുണ്ടായിരുന്നു, ഇതൊരു ഒരു ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സംഘടനയാണെന്ന്. പക്ഷെ പിൽക്കാലത്ത് RSSനെ കൂടുതൽ മനസ്സിലാക്കാനേക്ക് ഇടവന്നത് എൻ്റെ കൂടെ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ചിലർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അവർ RSSൽ പോയവരുണ്ട്. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സായിരുന്നു, സത്യസന്ധന്മാരായ ജുഡീഷ്യൽ ഓഫീസേഴ്സ്. അവരുമായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതേപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തതിനകത്തുനിന്ന് RSSനെ പറ്റിയുള്ള കുറേ മുൻവിധിയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോഴാണ് ഞാൻ ഈ ഗാന്ധി വധത്തിൽ RSSകാരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഗാന്ധി വധം സംബന്ധിച്ച് നടത്തിയ ജഡ്ജ്മെന്റുകൾ ഞാൻ വായിച്ചു. ആ ജഡ്ജ്മെന്റിലെല്ലാം RSSനെ അവർ കുറ്റവിമുക്തരാക്കിയിട്ടേ ഉള്ളൂ. ജസ്റ്റിസ് ഖോസല പഞ്ചാബ് ഹൈക്കോർട്ടിലും RSS കുറ്റക്കാരാണെന്ന് കണ്ടിട്ടില്ലായിരുന്നു. മറിച്ചാണ് RSSന്റെ അതിന്റെ റോളിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ വീണ്ടും ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി RSSകാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ ജസ്റ്റിസ് കപൂർ എന്ന് പറയുന്ന റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വളരെ വിശദമായി പഠിച്ചതിന് ശേഷം റിപ്പോർട്ടിനകത്ത് RSSൽ ഇതിൽ പങ്കുള്ള യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗാന്ധി വധം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സംഘടനയാണ് RSS. ഇതുപോലെ പറഞ്ഞു കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജവഹർലാൽ നെഹ്റു RSSന് പങ്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവരെ റിപ്പബ്ലിക് ഡേക്ക് ഔപചാരികമായി ക്ഷണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും RSS ആണ് ഗാന്ധി വധത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നത് RSSനോടുള്ള മുൻവിധിയും വിരോധവും മാത്രം വെച്ചോണ്ടല്ലേ? RSSനോടും ഏതെങ്കിലും ഒരു സംഘടനയോടൊരു മുൻവിധി ഉണ്ടാകുക. അവരില്ലാന്ന് ഒരു ജുഡീഷ്യൽ ബോഡി ഫൈൻഡ് ചെയ്താലും പിന്നെ ഉണ്ടെന്ന്